ഉക്രൈൻ വൈദ്യുത നിലയങ്ങളിൽ ആക്രമണം നടത്തി റഷ്യ. 2 മാസത്തിനിടെ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഉണ്ടായത്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് യുക്രൈൻ പറഞ്ഞു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വീണ്ടും റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു യുക്രൈനെതിരെ. തീർച്ചയായും രജനി, റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വൈദ്യുത നിലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ വൈദ്യുതോൽപാദനം റഷ്യയിൽ കാര്യമായി കുറയുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെല്ലാം തന്നെ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഈ ശൈത്യകാലത്തിന് സമാനമായ ഒരു സാഹചര്യത്തിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന വൈദ്യുത കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായ ആക്രമണം നടത്തി എന്നാണ് സെലൻസ്കി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 120ഓളം മിസൈലുകൾ മേഖലയിൽ പതിച്ചു എന്നാണ്. മാത്രമല്ല 90ഓളം ഡ്രോണുകളും ആക്രമണത്തിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകൾ അനുസരിച്ച് ഈ ഇത്തരത്തിലൊരു വലിയ ആക്രമണം യുക്രൈനിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാര്യമായ നാശനഷ്ടം ഉക്രൈന്റെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളിലുള്ളതായി വലിയ ഉക്രൈനിലെ തന്നെ പ്രധാനപ്പെട്ട ഊർജ്ജോൽപാദന കമ്പനികളെല്ലാം തന്നെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട്, അതായത് പെട്ടെന്ന് തന്നെ വൈദ്യുതി നിശ്ചലമായ ഒരു സാഹചര്യം കൂടി ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടായി എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ വൈദ്യുത നിലയങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ. ഐസൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.